എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാനുള്ള ഒരു അടിപൊളി റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിൽ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരിക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ക്ലീനപ്പ് ചെയ്യുക, ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഈ ക്ലീനപ്പ് ഒക്കെ ചെയ്താലും പിന്നീട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ മുഖത്തിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാനും നമ്മുടെ മുഖത്തിലുണ്ടാകുന്ന ഡെഡ് സെൽസുകളുണ്ട് അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെയുള്ള ഒരു അടിപൊളി റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു മെത്തേഡൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ ബ്യൂട്ടി റിലേറ്റഡും മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒട്ടുമിക്ക പേർക്കുള്ള ഈ പ്രശ്നമാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഈ മൂക്കിൻ്റെ എഡ്ജുകളിലൊക്കെ വരിക. അതേപോലെ നമ്മൾ ചുണ്ടിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് ഉണ്ടാവും ചിലർക്ക്. കൂടുതലായിട്ടും ടീനേജേഴ്സിനും ഇത് കൂടുതൽ കാണാറുണ്ട്. മുഖത്തിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ വന്നിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കും. അതായത് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചിലരുടെ മൂക്കുകളിൽ കാണാം ഇങ്ങനെ പൊന്തിയൊക്കെ നിൽക്കുന്ന പോലെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ മാറാനുള്ള റെമഡിയാണ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നമ്മളെ വീട്ടിലെ അടുക്കളയിലുള്ള ചേരുവകൾ മാത്രമാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളെ ഒരുപാട് പറഞ്ഞ് അങ്ങ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് ഈ ഒരു സ്ക്രബ്ബർ വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത്, നമുക്ക് ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലൊരു ബൗൾ എടുക്കുക. ആ ഒരു ബൗളിലേക്ക് നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓട്സ് ആണ്. അപ്പോൾ ഓട്സ് നമുക്ക് വീട്ടിലൊക്കെ അവൈലബിൾ ആണല്ലോ അല്ലേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്സ് ഞാൻ ജസ്റ്റ് മിക്സിയിലൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര ഫൈൻ പൗഡർ അല്ല, ചെറിയ തരിതരിപ്പായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓട്സിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഈ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ആയിട്ട് നമ്മളിതിലേക്ക് എടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമുക്കറിയാം സ്കിൻ കെയറിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ കൊറിയൻസൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലും അരിപ്പൊടി കൊണ്ടുള്ള എന്താ പറയുക ബ്യൂട്ടി ടിപ്സുകളൊക്കെയാണ് കൊറിയൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അരിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അരിപ്പൊടിയും ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ, ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റഹീമാസ് ബ്യൂട്ടി കെയറിൻ്റെ ഓറഞ്ച് പീൽ പൗഡറാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റഹീമ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഒരു ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ്. അവർക്ക് ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല പ്രകൃതിദത്തമായിട്ട് വീട്ടിൽ ഒട്ടും കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തയ്യാറാക്കുന്ന ഓറഞ്ച് പീൽ പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഓറഞ്ച് പീൽ പൗഡറിൽ നിന്നും 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് 3 നമുക്ക് പൊടികളുടെ ഐറ്റംസ് വേണ്ടത്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കോഴിമുട്ട നമുക്കറിയാലോ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റൻ ആക്കാനും ബ്രൈറ്റൻ ആക്കാനും സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യാനൊക്കെ ഏറ്റവും നല്ല അടിപൊളി ഇൻഗ്രീഡിയൻ്റാണ് കോഴിമുട്ടയുടെ വെള്ള എന്ന് പറയുന്നത്. അപ്പോൾ കോഴിമുട്ടയിൽ നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടിട്ടാണ് ഇതിൽ നിന്ന് മുട്ടയുടെ വെള്ള വേർതിരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴിമുട്ടയുടെ വെള്ള കൊണ്ട് തന്നെ ഇത് മിക്സ് ആവുന്നില്ല. അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നമ്മളൊരു 2-3 ടേബിൾ സ്പൂൺ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ മിക്സ് ആക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്കിതിലേക്ക് കൂടുതൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊടികൾ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ട് ഒരു ഡബ്ബയിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ദിവസം കൂടുമ്പോൾ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് മുട്ടയുടെ വെള്ളയും അതേപോലെ റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ മിക്സ് ആക്കി വെക്കുമ്പോഴാണ് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറേ നാൾ കേടുകൂടാതെ ഫ്രിഡ്ജിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കേടാകാതെ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇത് മിക്സ് ആക്കി എടുക്കുക. നമുക്കിത് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. മുഖത്ത് എന്തെങ്കിലും അഴുക്കുകളും കാര്യങ്ങളും, അപ്പോൾ നമ്മളിപ്പോൾ പുറത്തൊക്കെ യാത്ര ചെയ്ത് വന്നിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ സോപ്പ് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് മുഖത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കാറാണ് പതിവ് അല്ലേ. പക്ഷേ ഇതൊരു അടിപൊളി ബ്രൈറ്റനിങ് കിട്ടുന്ന ഒരു പാക്കും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മളിത്
മുഖത്ത് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ കഴുത്തിലും ഒപ്പം തന്നെ യൂസ് ചെയ്യുക. അതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് മുഖത്ത് ജസ്റ്റ് വലിയാനായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ മുഖം ഒന്ന് നനച്ച് കൊടുക്കണം. കാരണം മുഖം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു ഡ്രൈനെസ്സോട് കൂടെ നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കരുത്. ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുത്തതിന് ശേഷം അത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മുഖം സ്ക്രബ് ചെയ്തെടുക്കുക. മുഖം സ്ക്രബ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മൂക്കിൽ ഈ ഒരു എഡ്ജ് ഭാഗങ്ങളിലും അതുപോലെ ചുണ്ടിൻ്റെ അടിയിൽ ഈ ഭാഗങ്ങളിലും എവിടേക്കാണ് നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടുതലായിട്ട് വരുന്നത്, അതായത് കവിളിൻ്റെ മൂക്കിൻ്റെ ഈ ഭാഗങ്ങളിൽ കവിളിൻ്റെ ഈ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് ചേർക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമ്മളൊരു 2 മിനിറ്റ് നേരം ഇതിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ ഇത് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. മുഖം നല്ല പോലെ തിളങ്ങുന്നുണ്ട്, അതേപോലെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്ത് നല്ലൊരു മുഖത്തിന് നല്ലൊരു ഉണർവ് കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ എഡ്ജിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന്ന് ഒരു പുതിയൊരു സ്കിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ മൂക്കൊക്കെ നല്ല പോലെ തിളങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നല്ല അടിപൊളി റെമഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം മൂക്കിന് നല്ലൊരു തിളക്കമുണ്ടല്ലേ, നല്ലൊരു ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഷൈനിങ് കൂടെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഈ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വന്ന് ഈ മൂക്കിൽ നിറയുമ്പോൾ നമ്മുടെ മുഖം ഒരു ഡള്ളായിട്ട് പോകും, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ ആ ഭാഗം ഒരു വൃത്തിയില്ലാതിരിക്കും അല്ലേ. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. നിങ്ങളിപ്പോൾ ഇന്ന് യൂസ് ചെയ്തു എന്ന് വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്യുന്നത് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ധാരാളം നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരും. അങ്ങനെ നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ഈ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മുഖത്ത് ഒട്ടും തന്നെ ഈ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ്. നമ്മുടെ സ്കിൻ ടോൺ തന്നെ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഷൈനിങ് ആയിട്ടിരിക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് റെമഡികൾ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ അത് യൂസ്ഫുൾ ആവണം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഹോം മെയ്ഡ് സ്ക്രബ്ബർ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.